അല്ലെ? പ്രൊട്ടക്ഷൻ. സെന്റൻസ് ഒന്നുകൂടെ പറയാമോ മാം? റോമ മാഡം കേട്ടില്ല. ആ സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? ഞാൻ മൊത്തം ഒന്നും കൂടി പറയാം. കാരണം ഞാൻ ഒരാൾക്ക് റെക്കോർഡിങ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങി ഒന്നും കൂടെ പറയാണ്. ഇന്നും യാങ്ങും. ഇൻ യാങ് എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ നമ്മൾ TCMലേക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബോഡി സ്ട്രക്ചർ തന്നെ എടുക്കുക. ബോഡി സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഫ്രണ്ട് സൈഡ് ഇൻ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരുന്നു? ഇല്ല, വരുന്നില്ല. അപ്പോ ഫ്രണ്ട് സൈഡിൽ ഇൻ ആണ്, ബാക്ക് സൈഡിൽ യാങ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ യാങ് ചാനൽസ്, ബാക്ക് സൈഡിലുള്ള യാങ് ചാനൽസിലെ പോയിന്റ്സ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? ഒരു വീട്ടില് പുറത്തു നിന്ന് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാൽ അവിടെ ആരാണ് ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്? ആ വീട്ടിലെ ആണുങ്ങളായിരിക്കും. പ്രൊട്ടക്ഷൻ അല്ലെ, സംരക്ഷിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? ആ വീട്ടിലെ ആണുങ്ങളാ. പെണ്ണുങ്ങൾ ആദ്യം കയറി ഇറങ്ങോ? ആദ്യം ഇറങ്ങോ? ജനറലി ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയിൽ ബാക്ക് സൈഡില് യാങ് മെറീഡിയൻസിൽ വരുന്ന പോയിന്റ്സ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നു. പത്തോജനിക് അറ്റാക്ക് വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ നമുക്ക് ബാക്ക് സൈഡിലെ ബാക്ക് സൈഡിലുള്ള യാങ് മെറീഡിയൻസിലെ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പത്തോജനിക് ഫാക്ടേഴ്സിനെ എക്സ്പെല് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നു. ഇനി ഫ്രണ്ട് സൈഡിലുള്ള ഇൻമെറീഡിയൻസ്, ഈ ഇൻമെറീഡിയൻസിന്റെ പോയിന്റ്സ് കൊണ്ട് എന്തെല്ലാം ഉപയോഗമുണ്ട്? ഇൻ എന്ന് പറയുമ്പോൾ ഭാര്യ. ഞാൻ പറഞ്ഞല്ലേ, ഭർത്താവ് കൊണ്ടുവരുന്നത് എന്താണോ അതിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി നറിഷ്മെന്റ് കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും, അല്ലെ? സ്വയം കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഭാര്യയുടെ ജോലി. അങ്ങനെ നോക്കുമ്പോൾ ഇൻമെറീഡിയൻസിന്റെ ജോലി എന്താണ്? നറിഷ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോഡിയിൽ നറിഷ്മെന്റ് വേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബോഡിയുടെ ഫ്രണ്ട് സൈഡിലുള്ള ഇൻമെറീഡിയൻസിലെ പോയിന്റ്സ് സെലക്ട് ചെയ്യും. അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. ചില പോയിന്റ്സിന് അതിൻ്റെതായ സ്പെഷ്യൽ കഴിവുകളുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന്. ഫ്രണ്ട് ആണ് ബോഡി, ഫ്രണ്ടിൽ ഇൻ ആണ്, ബാക്കിൽ യാങ് ആണെന്ന് പറയുമ്പോൾ, ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും TCMൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നറിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മാഡം, നറിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയാമോ? ഫ്രണ്ട് മൂവ് പോയിന്റ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കല്? യാക്കൂബ് സാർ, ഫ്രണ്ട് മൂവ് പോയിന്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ബാക്ക് വ്യൂ പോയിന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതലും എന്താണ്? ഡിസീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കും. ബോഡിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും ഡിസീസിനെ എക്സ്പെല് ചെയ്യാനും പത്തോജനെ എക്സ്പെല് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് മൂവ് പോയിന്റും ബാക്ക് ഷൂ പോയിന്റും ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഹെഡ് ആൻഡ് ബോഡി. ഹെഡ് എന്ന് പറയുന്നത് ഇന്നാണോ യാങ് ആണോ ബോഡി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? യാങ് ആണ്. ബോഡി ഇന്നാണ്, ശരിയല്ലേ? അപ്പോ ഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ യാങ് ചാനൽസിന്റെയും പ്രൈമറി പാത്വേ ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ യാങ് ചാനൽസും ഒന്നില്ലെങ്കിൽ അവസാനിക്കും, അല്ലെങ്കിൽ തുടങ്ങുന്നത് എവിടെയാണ്? തലയിലാണ്, ശരിയല്ലേ? നമ്മളുടെ ബോഡിയിലെ മൊത്തം യാങ് എനർജിയെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? തലയിലെ പോയിന്റ്സ് ഉപയോഗിക്കാം. അതായത് അതിനൊരു ഉദാഹരണം പറയാം. സ്കാൽപ്പ് അക്യുപങ്ചർ, സ്കാൽപ്പിൽ നീഡിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരാലിസിസിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അംഗീകരിക്കാത്തവരുണ്ടോ?
സ്കാൽപ്പില് അല്ലെ, മറ്റ് ബോഡി അക്യുപങ്ചറിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് സ്കാൽപ്പിൽ നീഡിലിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പാരാലിസിസ് പേഷ്യൻസിനെ കുറച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ശരിയല്ലേ? യാങ് എനർജി അവിടെ കൂടുന്നത് കൊണ്ടാണ്. പാരാലിസിസ് പേഷ്യന്റ് എന്തായേക്കാണ്? ഇന്നായേക്കാണ്. ആ ബോഡിയിൽ യാങ് എനർജി കൂട്ടി കൊടുക്കണം. ശരിയല്ലേ? ശരി. ആ സമയത്ത് ആകെ ഒരു അബ്ദുൽ കരീം സാർ മാത്രമുണ്ട് എന്റെ ക്ലാസ്സിൽ. അതിന് വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലും തലയിലെ പോയിന്റ്സ് ഉപയോഗിക്കും. ഓക്കെ. പിന്നെ വേറെ എന്ത് കാര്യത്തിലും നമുക്ക് ഹെഡ് ആൻഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് ആ യിൻ യാങ് ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ആൻഡ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? പത്തോജനിക് അറ്റാക്ക് വരുമ്പോൾ യാങ് പാത്തോജൻസ് അറ്റാക്ക് ചെയ്യുന്നത് തലയിലായിരിക്കും. ഫസ്റ്റ് കാറ്റടി കൊണ്ടാൽ, വിൻഡ് അറ്റാക്ക് ഉള്ള സമയത്ത്, കാറ്റടിയൊക്കെ കൊള്ളുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് തലവേദന, അല്ലെങ്കിൽ എന്താണ് അല്ലെ, ആ കഴുത്തിന് മേലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. ഫസ്റ്റ് ഒരു ചെറിയ മഴ കൊള്ളുമ്പോൾ, നല്ല തണുത്ത കാറ്റ് എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് അതെന്താണ്? യാങ് കാറ്റ്, വിൻഡ് എന്ന് പറയുന്നത് എന്താ? യാങ് പത്തോജനിക് ഫാക്ടർ ആണ്. അത് നമ്മളുടെ ബോഡിയിലെ യാങ് ഏരിയ ആയ തലയിലാണ് അറ്റാക്ക് ചെയ്യുക ഫസ്റ്റ്. അതേസമയം ഡാംപ്നെസ് എന്ന് പറയുന്നത് ഇൻ പത്തോജനിക് ഫാക്ടർ ആണ്. അത് എവിടെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? അടിവയറ്, കാല്, അല്ലെ? ആണോ? ഭയങ്കര സൈലൻസ്. സാംസങ് ഒന്നും മിണ്ടുന്നില്ല. ഫോളോ ചെയ്യുന്നോണ്ടാണ്. ഓ, നോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളെ നോട്ട് എഴുതി ചെയ്യുന്നു. ഓക്കെ. എന്താന്ന് ഒരു മൂന്നരങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഡാംബിനസിനെ സംബന്ധിച്ച് ലാസ്റ്റ് ഞങ്ങൾ എഴുതുന്നത് അടിവയറിലും അതുപോലെ തന്നെ കാലിലും ഒക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുവാണ്. പിന്നെ അടുത്തത് വേറെ ഒരു എന്താ പറയാ, വേറൊരു യിൻ യാങ് ആസ്പെക്ട് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുന്നത് ഇന്റീരിയർ എക്സ്റ്റീരിയർ പറയാം, അല്ലെ? സ്കിന്നും മസിൽസും സോലി സ്പേസ്, അത് എന്താണ്? സോലി സ്പേസ്, COULI, കൗലി സ്പേസ് എന്ന് ഞാൻ പറയും, സോലി സ്പേസ് എന്ന് ചൈനക്കാർ പറയും. എന്താണ് അത് സംഭവം? സ്കിന്നിന്റെയും മസിലിന്റെയും ഇടയിൽ, സ്കിന്നും മസിലും ഉൾപ്പെട്ടുകൊണ്ട് തന്നെ, ഇൻക്ലൂഡിങ് സ്കിൻ ആൻഡ് മസിൽസ്, ദ സ്പേസ് ബിറ്റ്വീൻ സ്കിൻ ആൻഡ് മസിൽസ് ഇൻക്ലൂഡിങ് സ്കിൻ ആൻഡ് മസിൽസ്, അതിനെയാണ് സോലി സ്പേസ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റീരിയർ ആണെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് എന്തായി? ഇന്റീരിയർ ആയില്ലേ? അതൊരു യിൻ യാങ് കോൺസെപ്റ്റ് ആയില്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ അത് മനസ്സിലായില്ലല്ലോ മാം. ഏതാണ് മനസ്സിലാവാഞ്ഞത്? അത് ആ സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? എക്സ്റ്റീരിയർ. അതെ അതെ, മനസ്സിലായില്ല. ആ വാക്ക് എനിക്ക് കിട്ടിയില്ല. COU സ്പേസ് LI, കൗലി സ്പേസ് എന്ന് ഞാൻ പറയും. ശരിക്കും ചൈനീസ് പ്രൊനൗൺസിയേഷൻ വരുമ്പോ അത് സോലി സ്പേസ് ആണ്. മനസ്സിലായ? അതെന്താണ്? ആ സ്ഥലം ഏതാണ്? സ്കിന്നും മസിലും ഉള്ള, സ്കിന്നിന്റെയും മസിലിന്റെയും ഇടയിലുള്ള സ്പേസിനെയാണ് കൗലി സ്പേസ് എന്ന് പറയുന്നത്. സ്കിന്നിനെയും മസിലിനെയും ഇൻക്ലൂഡ് ചെയ്താണ് അത് പറയുന്നത്. മനസ്സിലായോ? അത് മൊത്തമായി. റോമ മാഡം ക്ലിയർ ആണോ? മനസ്സിലായി. അപ്പൊ എക്സ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് സോലി സ്പേസ് ആണെങ്കിൽ ഇന്റീരിയർ എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗാൻസ് ആണ്. പിന്നെ നമുക്ക് അതേപോലെ എബോവ് ആൻഡ് ബിലോ പറയുമ്പോൾ നമുക്ക് അരയ്ക്ക് മുകളിലും അരയ്ക്ക് താഴെയും പറയാം. അപ്പോഴും നമുക്ക് എന്ത് പറയാം? പത്തോജനിക് അറ്റാക്ക് തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം കാറ്റടിച്ചാൽ ശ്വാസം മുട്ട്, അതേപോലെ ലങ് ഇഷ്യൂസ്, അല്ലെ? ജലദോഷം ലങ്ങിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എബവ് ദ വേസ്റ്റ്, ബിലോ ദ വേസ്റ്റ് പറയുമ്പോൾ യാങ് പത്തോജനിക് ഫാക്ടേഴ്സ് എബവ് ദ വേസ്റ്റ്, അരയ്ക്ക് മുകളിൽ അറ്റാക്ക് ആകുന്നു. യിൻ പത്തോജനിക് ഫാക്ടേഴ്സ് അരയ്ക്ക് താഴെ അറ്റാക്ക് ആകുന്നു. നമുക്ക് അങ്ങനെയും പറയാൻ പാടില്ലേ? പിന്നെ അതുപോലെ തന്നെ വേറെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കിൻ ഡിസീസ് എടുക്കുമ്പോഴും അരയ്ക്ക് മുകളിലും താഴെയായിട്ട് പറയുമ്പോൾ നമുക്ക് ഇത് ഡയഗ്നോസിസ് പാർട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചൊറിച്ചിൽ വരുന്നു,
പെട്ടെന്നല്ല, സ്കിൻ ഡിസീസ് വരുന്നു. ഓക്കെ, പെട്ടെന്നാകുമ്പോ അത് വിൻഡിലും പെടുത്തണം നമ്മൾ, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും പറയാത്തത്. ഒരാൾക്ക് സ്കിൻ ഡിസീസ് വരുന്ന സമയത്ത് അരയ്ക്ക് മുകളിലാണെങ്കിൽ അയാളുടെ ബോഡിയിൽ അറ്റാക്ക് ആയിരിക്കുന്നത് യാങ് പത്തോജനിക് ഫാക്ടർ ആണ്. ഓക്കെ, അരയ്ക്ക് താഴെയാണെങ്കിൽ സ്കിൻ ഡിസീസ് വന്നിരിക്കുന്നത് അയാളുടെ ബോഡിയിൽ അറ്റാക്ക് ആയിരിക്കുന്നത് ഇൻ പത്തോജനിക് ഫാക്ടർ ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇൻ പത്തോജനിക് ഫാക്ടർ ആയ ഡാംപ്നെസിന്റെ കൂടെ ഹീറ്റും കൂടെ കൂടിയിട്ട് ഒരു സ്കിൻ ഡിസീസ് വന്നൂടെ? വരാം, കമ്പൈൻഡ് വരാം, പാത്തജൻസ് കമ്പൈൻ ചെയ്തും വരാം. ഇത് ജനറലൈസ്ഡ് റൂള് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇത് വെറുതെ ഇൻ യാങ് എന്താണ്, അത് നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ വരും എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വേറെ എങ്ങനെ പറയാം? മാം പറഞ്ഞത് ഹീറ്റ് കൂടെ ഉൾപ്പെട്ടിട്ട് സ്കിൻ ഡിസീസ് വരാമെന്നാണല്ലോ ചോദിച്ചത്. ഡാംപ്നെസ് എന്താണ് സാറേ? അല്ല, നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത് യാങ് ആണല്ലോ. ആ, അപ്പൊ ഹീറ്റ് കൊണ്ടുള്ള സ്കിൻ ഡിസീസ് എപ്പോഴും സ്കിന്നിന് മുകളിൽ, ഹിപ്പിന് മുകളിൽ തന്നെ വരണമെന്നുണ്ടോ? ഞാൻ സാറിനോടൊരു ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ചെളി നിറഞ്ഞ സ്ഥലം, ചെളിഞ്ഞ് കിടക്കാന്ന് പറഞ്ഞാൽ അറിയില്ലേ, മണ്ണ് ഇങ്ങനെ കുഴഞ്ഞ് ഒരുമാതിരിയായിട്ട് നനഞ്ഞു കിടക്കുകയാണ്. അത് ഇന്നാണോ യാങ് ആണോ? ഡാംപ്നെസ് ആണെന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഇന്നായിട്ട് എടുക്കണം. ഇന്നാണ്. നല്ല വെയിൽ കൊണ്ട് അത് ഉണങ്ങാതെ തന്നെ ആ ചെളിക്ക് വെള്ളം ചൂടായിട്ട് ആ ചെളിക്ക് ചൂടാണെങ്കിലോ സാധ്യതയില്ലേ വരാൻ? അപ്പൊ അതൊരു ട്രാൻസ്ഫോമിംഗ് സ്റ്റേജിലാണ്. അപ്പൊ അതിനെ നമുക്ക് അതായത് കമ്പൈൻഡ് സ്റ്റേജ് ആണ്, ട്രാൻസ്ഫോമിംഗ് സ്റ്റേജ് അല്ല, കമ്പൈൻഡ് സ്റ്റേജ് ആണത്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ഡാംപ്നെസ്സിൽ ഹീറ്റ് കൂടെ ഉൾപ്പെട്ട് വരുമ്പോ ബോഡിയുടെ അരയ്ക്ക് താഴെയാണ് വരാൻ ചാൻസ് ഉള്ളൂ. അതില് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചൊറിച്ചിലും അതിന്റെ കൂടെ ചുമന്ന കളറിലുള്ള തിണർപ്പോ അല്ലെങ്കിൽ അവിടെ ചൂടോ വരികയാണെങ്കിൽ സ്കിൻ ഡിസീസ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. നമുക്കിപ്പോ അങ്ങോട്ട് പോകണം. സ്കിൻ ഡിസീസ് പറയുമ്പോൾ ജനറലൈസ്ഡ് ഒരു ചൊറിച്ചിലാണ് വരുന്നതെങ്കിൽ അരയ്ക്ക് മുകളിലാണെങ്കിൽ അത് യാങ് പത്തോജനിക് ഫാക്ടർ ആണ് അറ്റാക്ക് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അരയ്ക്ക് താഴെയാണെങ്കിൽ ഇൻ പത്തോജനിക് ഫാക്ടർ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ജനറലൈസ്ഡ് റൂളാണ്. പിന്നെ അതിലേക്ക് ഡീപ്പായിട്ട് പോകുമ്പോഴാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളും വരുന്നത്. നിങ്ങൾക്ക് ഉള്ളിലൊരു സംശയം വന്നേക്കാം, അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. കമ്പൈൻഡ് ആയിട്ടും വരും. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ അതെടുത്താൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ബേസിൽ പറയുമ്പോൾ നമ്മളുടെ ഇന്റർണൽ ഓർഗൻസിനെ നമുക്ക് ബേസിൽ കമ്പയർ പറ്റില്ലേ? നമ്മുടെ മെറീഡിയൻ ചാനൽസും ഓർഗാൻസും ഒക്കെ ഇന്നും യാങ്ങും ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ ഓർഗാൻസും യാങ് ഓർഗാൻസും, ശരിയല്ലേ? അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട. ഇനി നമ്മളുടെ ബോഡിയിലുള്ള വൈറ്റൽ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് സാം സാറേ? വൈറ്റൽ സബ്സ്റ്റൻസസ് എസെൻസ് അല്ല ആദ്യത്തെ. എസെൻസ്, പിന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഷൻ ആൻഡ് ചീ. ഇതില് നമ്മുടെ ബോഡിയുടെ വൈറ്റൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ചീ ആൻഡ് മൈൻഡ്, ഇത് രണ്ടും യാങ് ആസ്പെക്റ്റിൽ വരും. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻ ആസ്പെക്റ്റിൽ വരും. എസെൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഈ വെള്ളം, ഐസ്, നീരാവി എന്ന് പറയുമ്പോൾ വെള്ളം എന്ന് പറയുന്ന കണക്കാണ് എസെൻസിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് രണ്ടിന്റെയും നടുവിലാണെങ്കിൽ പോലും കൂടുതൽ അഫിനിറ്റി ഏത് ആസ്പെക്റ്റിനോടാണ്? ഇൻ ആസ്പെക്റ്റിനോടാണ്. ഓക്കെ, പിന്നെ ഏതാണ്? ചീയും ബ്ലഡും നോക്കിയാൽ ചീയാണ് യാങ്, ബ്ലഡ് ആണ് ഇന്ന്. പിന്നെ സ്ട്രക്ചറും ഫങ്ഷനും വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എപ്പോഴും എന്തായിരിക്കും? പിന്നെ ഫങ്ഷനും. ഫങ്ഷൻ യാങ് ആയിട്ട് വരും. പിന്നെ വേറെ എന്താണ്?
അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബോഡിയിൽ അല്ലാതെ പറയാൻ പറ്റുന്ന എന്താണ്? 5 എലമെന്റ്സിലെ ഇന്നും യാങ്ങും. അറ്റ്മോസ്റ്റ് ഇന്നും അറ്റ്മോസ്റ്റ് യാങ്ങും ഏതൊക്കെയാണ് 5 എലമെന്റ്സില്? മാഡം വൈറ്റൽ സബ്സ്റ്റൻസ് ഒന്നുള്ളത് പറയണേ. വൈറ്റൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവൻ നിലനിൽക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങളാണ്. 5 തരം ചീയാണ് വൈറ്റൽ സബ്സ്റ്റൻസസ്. ആ 5 തരം ചീന്റെ പേരാണ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ചീ, മൈൻഡ്, എസൻസ്. ഓക്കെ. അപ്പൊ പിന്നെ എന്താണ് വേറെ എന്താ പറയേണ്ടത്? അറ്റ്മോസ്റ്റ് ഇന്നും അറ്റ്മോസ്റ്റ് യാങ്. ഒരു സംശയം, നമ്മൾ ഇന്നിലാണ് പെടുത്തുക. ഓ, ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഇന്നിലാണ് പെടുത്തുക. ഇന്നായിട്ടാണ്. ഇന്നാണല്ലോ ബോഡി ഫ്ലൂയിഡ്സ്, ഇന്നാണല്ലോ. പിന്നെ നമ്മുടെ ഈ 5 ഞാൻ പറഞ്ഞത് ചീയാണ്. ഈ 5 എനർജി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാംസാറും ചീയാണ്, ഞാനും ചീയാണ്. പക്ഷെ ഒരു മനുഷ്യ ജീവൻ മുഴുവനായിട്ട് ഒരു മനുഷ്യ ജീവനാണ് എന്ന് പറയണമെങ്കിൽ അതിൽ 5 തരം ചീ അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് അളവിൽ ഉണ്ടായിരിക്കണം. ആ 5 തരം ചീ ഏതൊക്കെയാണ്? ഒരു മനുഷ്യ ജീവന് വേണ്ട 5 തരം ചീ എന്തൊക്കെയാണ് പ്രൊപ്പോർഷനേറ്റ് ലെവലിൽ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഈ 5 എണ്ണമാണ്. പ്രപഞ്ചം മുഴുവനും അതിൽ തന്നെ ഒരു സബ് കാറ്റഗറി ചീ ഉണ്ട്. ലൈഫ് എന്താ പറയുക, ജീവ എന്തോ പറയൂലേ അതിനെന്തോ, ചീക്ക് എന്തോ പറയൂലോ, ലൈഫ് ഫോഴ്സ്, ജീവൻ. അത് ചീയാണ്. മനസ്സിലായി. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷ് ചെയ്യേണ്ടത്? മറ്റ് എനർജി, ബാക്കിയുള്ള 4 വൈറ്റൽ സബ്സ്റ്റൻസ് ആകുന്ന ചീകളിൽ നിന്ന് ഈ ചീ എന്ന് പറയുന്ന ചീയെ നമ്മൾ എങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ, എങ്ങനെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുക? ചീ എന്ന് പറയുന്നത് എന്തെന്നാണ് മനസ്സിലായില്ല. ചീ എന്ന് പറയുന്നത് ചീയും മൈൻഡും ഉണ്ട്, ജീവനും ചിന്തയും. മനസ്സും ശരീരവും, അല്ലെങ്കിൽ ജീവനും ശരീരം, അങ്ങനെയല്ലേ പറയാ? മനസ്സും ശരീരം. അത് ചീയും മൈൻഡും അല്ലല്ലോ, ചീയും ബ്ലഡും അല്ല ഞാൻ പറയുന്നത്. ചീയും ബ്ലഡും ആണെങ്കിൽ ഏതാണ്? ചീ യാങ് ആണ്, ബ്ലഡ് ഇന്നാണ്. സാറിന്റെ ചോദ്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്റെ ചോദ്യം വളരെ ഇത്രയുള്ളൂ. ഇത് ഇനി യാങ്ങായിട്ടുള്ളതല്ല. എന്റെ ചോദ്യം ഇതാണ്, ഈ 5 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. അതിൽ തന്നെ ഒരു ചീ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ചീ ഉണ്ട്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ചീനെയും ഈ ചീ ആകുന്ന സെപ്പറേറ്റ് ചീനെയും നമ്മൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയും? ഒരാൾ ചോദിക്കുകയാണ് അതെങ്ങനെയാ? അപ്പൊ നിങ്ങൾ എല്ലാത്തിനെയും ചീന്ന് വിളിക്കുന്നു. ഞാൻ പറയും, ചിലവര് എന്താണ്, എന്റെ അപ്പൂപ്പന്റെ പേര് സാം എന്നായതുകൊണ്ട് ഞാൻ എന്റെ മോന് സാം എന്ന് പേരിടുന്നു. അപ്പൊ അപ്പൂപ്പനെയും മോനെയും എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? അതൊരു ഫങ്ഷണലിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ചോദിക്കുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവനാണ്, ബാക്കിയുള്ളത് എല്ലാം ചീയാണ്. ജീവൻ ഇല്ലാത്ത ഒരു മരം എടുത്താലും ഒരു പ്ലാസ്റ്റിക് കഷ്ണം എടുത്താലും അതെല്ലാം ചീയാണ്. അതെല്ലാം ചീന്റെ പലതരം ഫോംസ് ആണ്. അതില് നമ്മുടെ ബോഡിക്ക് വേണ്ട, നമ്മുടെ മനുഷ്യ ജീവന് വേണ്ട ചീയില് ഒന്ന് പറയുന്നത് ജീവൻ എന്ന ആസ്പെക്ട് ഉള്ള ചീയാണ്. ജീവ എന്തോ പറയുന്നു മലയാളത്തില്, ചീ എന്ന് അങ്ങനെ എന്തോ. അതായത് ഞാൻ ജീവശക്തി മനസ്സിലായോ? അതൊരു ഫോം ഓഫ് ചീ ആണ്. ബ്ലഡ് ഈസ് എ ഫോം ഓഫ് ചീ, ബോഡി ഫ്ലൂയിഡ് ഈസ് എ ഫോം ഓഫ് ചീ. മനസ്സിലായോ? വൈറ്റൽ ജനറലി ഊർജം എന്ന് മാത്രം എടുക്കാൻ പാടുള്ളൂ അല്ലെ? ചീ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പൊ ബ്ലഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ ഈ പറയുന്ന ലൈഫ് ഫോഴ്സ് മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിനും ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റൽ സബ്സ്റ്റൻസസിന്റെ സബ് കാറ്റഗറിയിൽ വരുന്ന ചീയാണ്. അതാണ് ലൈഫ് ഫോഴ്സ്. മനസ്സിലായോ? ബ്ലഡ് ഈസ് എ ഫോം ഓഫ് ചീ, പക്ഷെ ബ്ലഡ് ഈസ് എ വൈറ്റൽ സബ്സ്റ്റൻസ്. ബോഡി ഫ്ലൂയിഡ് ഈസ് എ ഫോം ഓഫ് ചീ. ബോഡി ഫ്ലൂയിഡ് ഒരു വേറെ ടൈപ്പ് ഓഫ് എന്താ പറയാ ചീയാണ്. അല്ലെ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
ആ പിന്നെ ഇനി നമ്മുടെ ബോഡിയിൽ അറ്റ്മോസ്റ്റ് ഇന്നും അറ്റ്മോസ്റ്റ് 5 എലമെന്റ്സിൽ അറ്റ്മോസ്റ്റ് ഇന്നും അറ്റ്മോസ്റ്റ് യാങ്ങും ആയിട്ടുള്ള 2 എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫയർ അറ്റ്മോസ്ഫിയർ യാങ്, വാട്ടർ അറ്റ്മോസ്ഫിയർ ഇന്ന്. ഓക്കെ. പിന്നെ നമ്മള് ഞാൻ ഒരു ഈ പറയുന്നതിൽ എനിക്ക് ചിലപ്പോ ഒരു എതിരഭിപ്രായം വരാം. അതായത് ഹാർട്ടും വാട്ടർ ഫയർ ഒരു ബാലൻസ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും എന്താ പറയാ ഓക്കെ ആയിരിക്കും അല്ലെ? വാട്ടർ ഫയർ ബാലൻസ് നടക്കുന്നുണ്ട്. ഹാർട്ടും കിഡ്നിയും. ഹാർട്ടിൽ നിന്നുള്ള ഫയർ, ഹാർട്ടിൽ നിന്നുള്ള ഹീറ്റ് താഴെ കിഡ്നിയിൽ വന്നതിന് ശേഷം യൂറിനറി ബ്ലാഡറിനും കിഡ്നിക്കും വേണ്ട വാംത്ത് അവിടെ ചൂട് എല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? കിഡ്നി കൊടുക്കുന്നുണ്ട്. ഹീറ്റ് താഴോട്ട് വന്നിട്ട് കിഡ്നിക്ക് കൊടുക്കുന്നുണ്ട്. കിഡ്നിയിലുള്ള വാട്ടർ എലമെന്റിലുള്ള ആ വാട്ടർ മുകളിൽ വന്ന് ഹാർട്ടിന് വേണ്ട മോയ്സ്ചറിങ് ഫങ്ഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊരു yin yang ബാലൻസ് ആണ്. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ? ക്ലിയർ ആണ്? ഓക്കെ. ഫയർ മനസ്സിലായില്ല. അതായത് ഹാർട്ട് എന്ന് പറയുന്ന എലമെന്റ് എവിടെയാ വരുന്നത്? ഫയറിലാണ് വരുന്നത്. കിഡ്നി എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഹാർട്ട് മുകളിലും വാട്ടർ കിഡ്നി താഴെയുമാണ്. ശരിയല്ലേ? ഹാർട്ടിന് വേണ്ട തണുപ്പും മോയ്സ്റ്റനിങ് ആ ഒരു ആസ്പെക്റ്റും കൊടുക്കുന്നത് ആരാണ്? കിഡ്നിയാണ്. കിഡ്നിയിൽ നിന്നുള്ള വാട്ടറിന്റെ ആ വാട്ടർ ആണ് മുകളിൽ വന്ന് കിഡ്നിക്ക് ഹാർട്ടിന് ആ ഹാർട്ട് ഓർഗാനിന് വേണ്ട മോയ്സ്ചറിങ് കൊടുക്കുന്നത്. ഇനി ഹാർട്ട് എന്ന് പറയാം, ഹാർട്ടിലുള്ള ഫയർ എലമെന്റിന്റെ ആ ഫയർ ആണ് കിഡ്നിക്ക് വേണ്ട വാംത്ത് കൊടുക്കുന്നത്. ആർക്കും ഒന്നും തോന്നണില്ലേ അത് പറഞ്ഞിട്ട്? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ശരി. അസെൻഡിങ് ഡിസെൻഡിങ്. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അസെൻഡ് ചെയ്യുമെന്നാണോ പറഞ്ഞത്, ഡിസെൻഡ് ചെയ്യുമെന്നാണോ പറഞ്ഞത്? ആ ഒരു പ്രോസസ് അല്ലേ നടക്കുന്നത്? അങ്ങനെ ഒരു പ്രോസസ് അല്ലേ നടക്കുന്നത്? അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ? ഹാർട്ടിലെ ഫയർ കിഡ്നിയിലേക്ക് പോകുമ്പോൾ അത് അസെൻഡിങ് ആയിട്ടാണോ പോകുന്നത്, ഡിസെൻഡിങ് ആയിട്ടാണോ പോകുന്നത്? കിഡ്നിയിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അസെൻഡിങ് അല്ലേ? കിഡ്നിയിൽ നിന്ന് എന്താണ് പോകുന്നത്? കിഡ്നിയിൽ നിന്ന് പിന്നെ മുകളിലേക്ക് പിന്നെ വാട്ടർ അല്ലേ? വാട്ടർ ആണ് പോകുന്നത്. വാട്ടറിന്റെ സ്വഭാവം ഇന്നാണ്. ഇന്നിന്റെ സ്വഭാവം വെച്ചിട്ട് വാട്ടർ മുകളിലേക്ക് പോകുമോ? പോയില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് പോയി? നമ്മൾ ഈ യാങ്ങിന്റെ പിക്ചർ വരക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആ യാങ്ങിന്റെ സ്ഥലത്ത് ചെറിയൊരു കറുത്ത കുത്തിടാറുണ്ട്, ഇന്നിന്റെ സ്ഥലത്ത് ചെറിയൊരു വെളുത്ത കുത്തിടാറുണ്ട്. കറുപ്പ് കുത്തിടാറുണ്ട് അല്ലെ? ബ്ലാക്കിൽ ഒരു വൈറ്റും വൈറ്റിൽ ഒരു ബ്ലാക്കും കുത്തിടാറുണ്ട്. യാങ് ആണെങ്കിലും അതിൽ ചെറിയൊരു ഇൻ സ്വഭാവമുണ്ട്, ഇൻ ആണെങ്കിൽ അതിൽ ചെറിയൊരു യാങ് സ്വഭാവമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചത്. അതാണ് അത് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തത് ഹീറ്റ് കോൾഡ്. നമ്മളുടെ ബോഡിയിൽ ഇത് ഒരു ഡയഗ്നോസിസ് പാർട്ടിൽ നമുക്ക് എടുക്കാം. ഹീറ്റും കോൾഡും അല്ലെ? നമ്മള് എന്താ പറയാ, ഹീറ്റും കോൾഡും ഇന്നും യാങ്ങും ആണ് അല്ലെ? ഹീറ്റും കോൾഡും ഇന്നും യാങ്ങും നമ്മളപ്പോ ഡയഗ്നോസിസ് പാർട്ടിൽ ഉപയോഗിക്കില്ലേ? എങ്ങനെയാണ് ഉപയോഗിക്കല്? ഡയഗ്നോസിസ് പാർട്ടിൽ ഇന്നും യാങ്ങും എങ്ങനെയാണ് ഉപയോഗിക്കല്? ഹീറ്റ് കൂടിയാല് യാങ്ങിന്റെ പ്രോബ്ലം. യാങ് ആണ്. ഹീറ്റ് കൂടിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തൊട്ട് മനസ്സിലാക്കാം അല്ലേ? ആ സ്ഥലം തൊട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം ഇന്നാണോ യാങ് ആണോ. കളർ കണ്ട് മനസ്സിലാക്കാം. റെഡ് ഏത് കളറാണെങ്കിലാണ് ഹീറ്റ്? പിന്നെ ചില വേദനകള്, അതായത് ലോ ബാക്ക് പെയിൻ അല്ലെ, തണുപ്പ് വെച്ചാൽ കൂടും, ചൂട് കൊള്ളുമ്പോൾ ആ വേദനയ്ക്ക് ആശ്വാസം വരികയാണെങ്കിൽ, ചൂട് വെക്കുമ്പോൾ ആശ്വാസം വരികയാണെങ്കിൽ
ഇന്നാണോ യാങ് ആണോ പത്തോജൻ? പത്തോജൻ ഇന്നാണോ യാങ് ആണോ? ഇന്നാണ്. അതുകൊണ്ടാണ് ചൂട് വെച്ചപ്പോ ആശ്വാസം കിട്ടിയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നും യാങ്ങും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻ യാങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളുടെ TCM അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപങ്ചറിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണിത്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നമ്മള് റെഡ്നെസ്സും പെയിലും, റെഡും പെയിൽ അല്ലെ? റെഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റെഡ് കളർ ആണെങ്കിൽ ഹീറ്റ് ആണെന്ന് പറയും. ഹീറ്റ് ആണെന്ന് പറയും. അപ്പൊ പെയിൽ ആണെങ്കിൽ കോൾഡ് ആണ്. കോൾഡ് ആണെന്നല്ല, അത് റെഡും വൈറ്റും റെഡും പെയിലും ആകുമ്പോ നമ്മള് ഇന്നും യാങ്ങും ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അയ്യോ, ഓക്കെ. 10 മിനിറ്റും കൂടെ ക്ലാസ് പോകും. അപ്പൊ റെഡും പെയിലും ആണെങ്കിൽ നമുക്കത് എക്സസ്, ഹീറ്റിന്റെ എക്സസും മറ്റേത് ബ്ലഡിന്റെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ നമ്മൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല. റെഡ് ആണെങ്കിൽ യാങ് ആണ്, മറ്റേതാണെങ്കിൽ ഇൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതേസമയം നാവിന്റെ കോട്ടിങ് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, ടങ് ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് നാവിന്റെ കോട്ടിങ് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? യെല്ലോ കളർ ആകുമ്പോ അത് ഹീറ്റ് ആണ്, വൈറ്റ് ആണെങ്കിൽ അത് കോൾഡ് ആണ്. അതും യിൻ യാങ് ആസ്പെക്റ്റിൽ വരും. പിന്നെ എന്താണ് മുഴകൾ കാണുമ്പോൾ ഹാർഡ് ആണെങ്കിൽ പൊതുവെ യാങ് ആണെന്നാണ് പറയുന്നത്. സോഫ്റ്റ് ആണ്, വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെയാണെങ്കിൽ അത് യിൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഡയഗ്നോസിസ് പാർട്ടിൽ യിൻ യാങ് വരുന്നത് റാപ്പിഡിറ്റി ആൻഡ് സ്ലോനെസ്, സ്പീഡും സ്ലോയും. എവിടെയായിരിക്കും നമ്മൾ അത് ഉപയോഗിക്കുന്നത്? യിൻ യാങ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് അവിടെ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? പൾസ് നോക്കുമ്പോൾ. പൾസ് നോക്കുമ്പോഴേക്കും എക്സസ് ആണോ ഡെഫിഷ്യന്റ് ആണോ? എക്സസ് ആണെങ്കിൽ, യാങ് ആണെങ്കിൽ എന്തായിരിക്കും? ടപ്പ് 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 അടിച്ചോണ്ടിരിക്കും അല്ലെ, സ്പീഡില്. അപ്പൊ നമ്മൾ അത് ഹീറ്റ് ആണെന്ന് പറയും. ശരിയല്ലേ? കോൾഡ് ആണെങ്കിൽ പതുക്കെ അടിക്കുള്ളൂ, ഡീപ്പ് ആയിരിക്കും, പുറത്തേക്ക് അധികം നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ. കോൾഡ് ആണെങ്കിൽ സ്ലോ ആയിരിക്കും അല്ലേ? കോൾഡ് ആണെങ്കിൽ സ്ലോ ആയിരിക്കും, ഡീപ്പ് ആയിരിക്കും. ചില പൾസ് നമുക്ക് കുറച്ചധികം പ്രസ് ചെയ്താലേ കിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പൾസ് നോക്കുമ്പം എക്സസ് അങ്ങനെ പിന്നെ ആയിട്ട് വരുന്ന സ്റ്റേജ് ആകുമ്പോ ഹീറ്റ് ആണല്ലോ. അങ്ങനെ ആകുമ്പോ അതിന് പിന്നെ ജനറലി അതിന് പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ല. അത് സാറേ ഏത് ഉദ്ദേശത്തിലാണ് പറയാ? റാപ്പിഡ് ആണെങ്കിൽ എങ്ങനെ? പൾസ് സ്പീഡിലാണെങ്കിൽ അത് എപ്പോഴും ഹീറ്റ് ആയിരിക്കും. റാപ്പിഡിറ്റി അത് മീൻസ് ഹീറ്റ് ആണ്. അതെ. അങ്ങനെ ചില പിന്നെ പനിയും ഒക്കെ ആയിട്ട് വരുന്ന ചില ആൾക്കാർക്ക് പിന്നെ ഓവറായിട്ട് അങ്ങനെ എക്സസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഒരാൾ അത് ഹീറ്റാണ്. അപ്പൊ അതിന് നമ്മള് പിന്നെ ആ ഹീറ്റ് പെട്ടെന്ന് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ പോയിന്റ് ചെയ്താൽ മതിയോ? വാട്ടർ പോയിന്റ് ചെയ്താലും കുറയും. കാരണം അത് എല്ലാ പൾസും അങ്ങനെ ഒരേ രീതിയിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ നമുക്കൊരു പൾസും പ്രത്യേക ഒരേ പൾസ് രീതിയിലാണെങ്കിൽ നമ്മള് എലമെന്റ് ആയിട്ടല്ല എടുക്കേണ്ടത്, എക്സ്ട്രാ ഓർഡിനറി വെസൽസ് ആയിട്ടാണ് അത് എടുക്കേണ്ടത്. അത് വേറെയാണ് സർ, ടോപ്പിക്കേ വേറെയാണ്. കാരണം പൾസ് എല്ലാം സെയിം ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അതില് ചിലപ്പോ ഒരെണ്ണത്തിന് ഡിഫറൻസ് കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എക്സ്ട്രാ ഓർഡിനറി വെസൽസിലേക്കാണ്. പൊതുവെ ഈ പിന്നെ പനിയൊക്കെ ആയിട്ട് വരുന്ന പല കേസുകൾക്കും അങ്ങനെ കാണിക്കുന്നുണ്ട്. റാപ്പിഡ് പൾസ് നോർമൽ ആണ് സർ. പനിയുള്ളവർക്ക് പൾസ് റാപ്പിഡ് ആയിരിക്കും അവരുടെ ബോഡി അനുസരിച്ചിട്ട്. ഫ്ലോട്ടിംഗ് ആയിരിക്കും, തൊടുമ്പോ തന്നെ നമുക്ക് പൾസ് കിട്ടും. കാരണം അവരുടെ പൾസ് കിട്ടും, പക്ഷെ പലപ്പോഴും അത് എക്സസ് ആയിട്ട് പലപ്പോഴും പലതും കാണുന്നുണ്ട്. ബോഡി ഹീറ്റ് ആയതുകൊണ്ടാണ് സാർ, അത് നോർമൽ ബോഡി ആണ്. ഹീറ്റ്, അതെ. ആ ഹീറ്റ് പിന്നെ നമുക്ക് കുറച്ചെടുക്കാൻ അതുകൊണ്ട് വാട്ടർ ചെയ്താൽ മതി അല്ലേ? വാട്ടർ അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ് കൊടുക്കാം? DU14 LI11 ബോത്ത് സൈഡ്സ് കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ LU7 LI4 കൊടുക്കാം, ട്രിപ്പിൾ വാർമർ 4ന്റെ കൂടെ. UB12 DU14 കപ്പ് ചെയ്യാം. അത് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ്, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് പോയിന്റ് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ.
വാട്ടർ ബോയിൽ ചെയ്ത് കൊടുത്താൽ മാറൂലേ? മാറും. ലിവർ 1, 2, 3 അടുപ്പിച്ച് കൊടുത്താൽ മാറും. ഇതൊക്കെ പല കോമ്പിനേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നതും പല രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് കോമ്പിനേഷൻ ആയിട്ട് ഞാനൊന്നും പറയാത്തത്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അത് ശരിയാണ്. മനസ്സിലായോ? പനിയുള്ള സമയത്ത് പൾസ് റാപ്പിഡായി കാണിക്കുന്നത് ബോഡി ഹീറ്റ് ആയതുകൊണ്ടാണ്, യാങ് ആയിരിക്കുന്നത് കൊണ്ടാണ്. പൾസ് നമ്മൾ നോക്കുമ്പോഴും തൊടുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? പൾസ് കിട്ടും. അതെന്തുകൊണ്ടാണ്? കംപ്ലീറ്റ് ബോഡിയിലെ ചീ മുഴുവൻ എന്തിനാണ്? നമ്മൾ ഈ പറഞ്ഞ ഡിഫെൻസീവ് ചീയുള്ള സോലി സ്പേസിൽ വന്നിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആണ് കംപ്ലീറ്റ് ബോഡിയിൽ. ആ ഒരു ചീന്റെ കൂടുതലും എഫക്ട് എവിടെയാണ്? എക്സ്റ്റേണൽ ഏരിയയിലാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസ് നോക്കുമ്പോഴും പൾസും എക്സ്റ്റേണലി യാങ് ആയിട്ട് കാണിക്കും. അത് നോർമലാണ്. പനി കുറയുമ്പോൾ നോർമലി ഓട്ടോമാറ്റിക്കലി കുറയും. പനിയുള്ള സമയത്ത് നാവ് നോക്കിയാൽ നാവിൽ എന്തുണ്ടാകും? യെല്ലോ കോട്ടിങ് കാണിക്കും. യെല്ലോ കോട്ടിങ് ഉണ്ടോ? നല്ല ചൂടാണ്. ചൂട് കുറച്ച് കഴിയുമ്പോൾ കോട്ടിങ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. മനസ്സിലായി? ഇതിപ്പോ നമ്മുടെ ടോപ്പിക്കിലെ വിഷയം. അല്ല ഞാൻ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പിക്ക് കൂടെ ഉണ്ട്. ഞാനിപ്പോ മീറ്റിംഗ് എൻഡ് ആക്കും. വീണ്ടും നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ആകും. ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ചിലപ്പോൾ അരമണിക്കൂറും കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ.